നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ശരീരഭാരം കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഘട്ടത്തിലെത്തുമ്പോൾ മിക്ക ആളുകളുടെയും ശരീരഭാരം കുറയാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണമായി കാണുന്നത് അവരുടെ മാനസികാവസ്ഥ, അവരുടെ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ഈ മാനസിക സമ്മർദ്ദം എങ്ങനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം? കൃത്യമായിട്ട് മാനസിക സമ്മർദ്ദത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ എക്സസൈസ് എന്ന സംവിധാനത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. കാരണം ചില ആളുകൾക്ക് എങ്കിലും ഉണ്ടായിരിക്കും, ചില സ്ത്രീകൾ പറയും, ഞാൻ ഭക്ഷണം വളരെ തീരെ കഴിക്കാറില്ല, എക്സസൈസ് ചെയ്യാറുണ്ട്, പക്ഷെ മെലിയുന്നില്ല. ഇതിനൊരു പ്രധാന കാരണം അവരുടെ മാനസിക നിലയിലുള്ള പ്രശ്നങ്ങളാണ്. ഇവർ കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന ആളുകളാണ്. ഇങ്ങനെ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഈ എക്സസൈസുമായി ബന്ധിപ്പിച്ച് ഇന്നറിയുന്ന കേരളത്തിലെ മിക്ക ആളുകളും പൊതുവെ 60% ആളുകൾ പോലും പൊണ്ണത്തടിയിലേക്ക് മാറിയിട്ടുണ്ട്. മിക്ക ആളുകൾക്കും നല്ല ശതമാനം ആളുകൾക്ക് പോലും ജീവിത ശരീരോഗത്തിലേക്ക് എത്തിയ ആളുകളുമുണ്ട്. ഇവർക്കൊക്കെ ഒരു പ്രധാന പ്രശ്നം ഈ തടി കുറക്കുക എന്നുള്ളൊരു കാര്യമാണ്. കൃത്യമായി ഭക്ഷണം നിയന്ത്രിച്ച് തടി കുറക്കുകയാണെങ്കിൽ ഇത്ര ആളുകളുടെ ജീവിത ശരീരോഗങ്ങൾ മാറാൻ സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ ജീവിത ശരീരോഗത്തെ നിയന്ത്രണത്തിലാക്കാൻ സാധ്യതയാണ്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഒരു വ്യക്തിയുടെ മാനസിക സമ്മർദ്ദം, മാനസിക നിലയെ നിയന്ത്രിക്കേണ്ടതുണ്ട്. നോക്കാം. അതിന് വേണ്ടത് എക്സസൈസുമായി ബന്ധിപ്പിച്ച് ചെയ്യുമ്പോൾ, എക്സസൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ കൃത്യമായി ലക്ഷ്യം വെക്കേണ്ടതുണ്ട്. അതായത് വലിയ നടക്കാത്ത ലക്ഷ്യം വെക്കരുത്. ഒരു 75 കിലോക്ക് മുകളിലുള്ള ആളുകളാണെങ്കിൽ ആദ്യത്തെ മാസം ഒരു 3 കിലോ ലക്ഷ്യം വെക്കാം, കുറക്കാം, 3 കിലോ കുറക്കാം. തൊട്ടടുത്ത മാസം 2 കിലോ കുറക്കാം, പിന്നെ തൊട്ടടുത്ത മാസം 1.5 കിലോ കുറക്കുക. അങ്ങനെ നടക്കാവുന്ന ലക്ഷ്യം വെക്കേണ്ടത്. അതൊരു 75 കിലോക്ക് മുകളിൽ ആളുകളാണെങ്കിൽ. പക്ഷെ 75 കിലോക്ക് താഴെ വരുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കുറയാൻ സാധ്യത കമ്മിയാണ്. ആദ്യത്തെ ഒരു മാസം ഒരു 2 കിലോ വെച്ചാൽ മതി, തൊട്ടടുത്ത മാസം ഒരു 1.5 കിലോ വെച്ചാൽ മതി, തൊട്ടടുത്ത മാസം ഒരു 1 കിലോ. ആ രീതിയിൽ അത് ലക്ഷ്യം വെക്കേണ്ടത്. ഈ ലക്ഷ്യം വെച്ചാൽ മാത്രം പോരാ, ഈ ലക്ഷ്യം നടക്കുന്നുണ്ടോ എന്നുള്ളത് ക്ഷമയോടെ ഓരോ മാസവും കൃത്യമായി നിരീക്ഷിക്കേണ്ടതും ഉണ്ട്. അതുപോലെ തന്നെ വേണ്ട ഒരു പ്രധാന മറ്റൊരു കാര്യമാണ് സെൽഫ് കെയർ. ഈ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ഈ കൂടുതൽ സമയം നമ്മളെ ബോഡിയെ നമ്മൾ നോക്കാൻ ശ്രമിക്കാറില്ല. നമ്മൾ മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സെൽഫ് കെയർ. നിങ്ങൾ സ്വയം നിങ്ങളുടെ ശരീരത്തിനൊരു കെയർ കൊടുക്കേണ്ടത്. കാരണം നിങ്ങളെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് നിങ്ങളെ ആരോഗ്യമാണ്, നിങ്ങളെ സൗന്ദര്യമാണ്, നിങ്ങളെ ബുദ്ധിയാണ്. ഈ 3 കാര്യവും ബാലൻസ് ചെയ്ത് നിന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതമുള്ളൂ. നിങ്ങൾക്ക് ബാക്കി ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ, ഇതൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സെൽഫ് കെയർ കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ എന്ന വ്യക്തിക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം ഒരു ദിവസം നിങ്ങൾ മാറ്റി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസാണ് ഡീപ്പ് ബ്രീത്തിങ്. ശ്വാസം നല്ലോണം വലിച്ചെടുക്കുക. സിമ്പിളാ. ഒരു 4-5 സെക്കൻഡ് ശ്വാസം ഉള്ളിൽ നല്ല വലിച്ചെടുക്കുക. എന്നിട്ട് 4-5 സെക്കൻഡ് ശ്വാസം പിടിച്ചു വെക്കുക. എന്നിട്ട് വീണ്ടും റിലീസ് ചെയ്യുക. വീണ്ടും ഇതൊരു 8-10 തവണ ആവർത്തിക്കുന്നതിലൂടെ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം, മാനസിക അസ്വസ്ഥത ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ ഈ എക്സസൈസുകൾ ചെയ്തു തുടങ്ങുമ്പോൾ തുടക്കത്തിൽ തന്നെ വലിയ ഹാർഡായിട്ട് എക്സസൈസ് ചെയ്യേണ്ട. സാധാരണ സിമ്പിൾ എക്സസൈസിൽ ചെയ്ത് തുടങ്ങുക. ചെറിയ വിജയങ്ങൾ കണ്ടെത്തുക. തുടക്കത്തിൽ ചെറിയ റിസൾട്ടുകൾ കണ്ടെത്തുക. ആ റിസൾട്ട് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ സിമ്പിൾ സ്റ്റെപ്പുകൾ ചെയ്തു തുടങ്ങിയിട്ട് വേണം അത് ഘട്ടം ഘട്ടമായിട്ട് കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ചില ആളുകളെങ്കിലും പെട്ടെന്ന് ഫസ്റ്റ് സീസണിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്തിട്ട് കൂടുതൽ പ്രയാസപ്പെടുത്തിയിട്ട് ശരീരത്തെ പ്രയാസപ്പെടുത്തുക, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ചെറിയ സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രൂപത്തിലേക്കാണ് നിങ്ങൾ മാറേണ്ടത്. പിന്നെ ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറക്കവും നമ്മളെ മാനസിക നിലയിൽ നിന്നൊരു ഭയങ്കര ബന്ധമുണ്ട്. ഒരു ദിവസം മിനിമം 7 മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ഉറങ്ങിയിരിക്കണം. അത് നിങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ പകലുറക്കം കഴിവതും ഒഴിവാക്കുക. രാത്രി ഒരു ഒറ്റ ഉറക്കത്തിൽ 7 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങണം. മാത്രമല്ല ഈ ഉറക്കത്തിന് പ്രത്യേകത, ഉറക്കത്തിന് പാറ്റേൺ ഉണ്ട്. നമ്മൾ ഉറങ്ങുന്ന രീതി എന്നും എല്ലാ ദിവസവും ഒരേ രീതിയിൽ വേണം നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയം, ഉറങ്ങാൻ എഴുന്നേൽക്കുന്ന സമയം ഈ പാറ്റേൺ ഒരിക്കലും മാറ്റാത്ത രീതിയിൽ വേണം പോകാണ്ട്. പിന്നെ ഈ ഉറക്കം കൃത്യമായിട്ടില്ല എങ്കിൽ നമ്മൾ മാനസിക സമ്മർദ്ദം കൂടാൻ സാധ്യതയുണ്ട്. അത് ഈ ഉറക്കം മാനസിക സമ്മർദ്ദം പരസ്പരം കണക്റ്റഡ് ആണ്. ഇത് മാനസിക സമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമുക്ക് വിശപ്പ് വർദ്ധിക്കുകയും അറിയാതെ കൂടുതൽ ഭക്ഷണം കഴിക്കുകയും കൂടുതൽ പൊണ്ണത്തടിയിലേക്ക് മാറുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഈ ഉറക്കം കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടതുണ്ട്. ഉറക്കം മാനേജ് ചെയ്യാൻ മാത്രമേ നിങ്ങളുടെ മാനസിക നില ഒരു പരിധി നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ
മിക്ക വീട്ടമ്മമാരും ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലത്തെ പുരുഷന്മാരാണെങ്കിൽ പ്രവാസ ജീവിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. ഒറ്റപ്പെടലുകളാണ്. കാരണം ഈ പുരുഷന്മാരാണെങ്കിൽ ഏതോ ജോലി സ്ഥലത്ത് ഒറ്റപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം. സ്ത്രീകളാണെങ്കിൽ വീടും മക്കളുമായിട്ട് ഈ മക്കളെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത പല ഒരു മാനസികാവസ്ഥയിലുണ്ട്. മാത്രമല്ല മനുഷ്യരാണ്. ഇണകളെ കാണാത്തതിലുള്ള പ്രയാസവും മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു പ്രയാസം പൊതുവെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇതിൽ പ്രാക്ടീസ് ചെയ്യാവുന്നത് ഒരു കൂടുതൽ കാലം ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും പ്രവാസ ജീവിതത്തിൽ നിന്ന് മാറി സ്വന്തം കുടുംബത്തിലേക്ക് എത്താൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനത്തെയുള്ള ഈ അകൽച്ചയും ഈ മാനസിക സമ്മർദ്ദത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇത് ഘട്ടം ഘട്ടം പല മാനസിക പ്രയാസങ്ങളും ഉണ്ടാക്കാറും ഉണ്ട്. അതുപോലെ തന്നെ ചെയ്യേണ്ടതാണ് ഈ മിക്ക ആളുകൾക്കും മാനസിക സമ്മർദ്ദം മനസ്സ് വല്ലാത്ത അസ്വസ്ഥതകൾ അനുഭവപ്പെടും, അല്ലെങ്കിൽ മനസ്സിൽ വലിയ വിങ്ങലുകൾ അനുഭവപ്പെടും. ഈ സമയത്ത് നമ്മൾ ഏറ്റവും അടുത്തുള്ള ഫ്രണ്ട്സിനോട്, ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവരോട്, നാട്ടിലെ സ്വന്തം പാർട്ട്ണറോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുക. 100% തുറന്നു പറയുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിനൊരു ആശ്വാസം വരാനും നിങ്ങളുടെ മനസ്സ് ഒരുപാട് സമാധാനത്തിലേക്കാനും നിങ്ങളുടെ മനസ്സ് സന്തോഷത്തിലേക്ക് എത്താനും സാധ്യത കൂടുതൽ. അപ്പം എന്ത് ചെയ്യുക, അപ്പോൾ ഈ കൂടുതൽ അസ്വസ്ഥ ഒന്ന് പരസ്പരം ഷെയർ ചെയ്യുക. അതിങ്ങനെ കൊണ്ട് നടന്ന പല പ്രയാസങ്ങളും ഘട്ടം ഉണ്ടാക്കുകയാണ് ചെയ്യുള്ളൂ. നമ്മൾ വേണ്ടപ്പെട്ടവരുടെ ഇത് എന്ത് ചെയ്യുക, സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യുക, ഫുൾ റിലീസ് ചെയ്ത് ഒന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ആശ്വാസം നമുക്ക് കിട്ടും. പിന്നെയുള്ളതാണ് ഈ മാനസിക സമ്മർദ്ദത്തിന് പ്രധാന മറ്റൊരു കാരണമാണ് ഇപ്പോൾ ആധുനിക കാലഘട്ടമാണ്. മിക്ക ആളുകളും സ്ക്രീനിലാണ്, അതായത് മൊബൈലിൽ കമ്പ്യൂട്ടറും ഒരു ദിവസം 4-5 മണിക്കൂർ ശരാശരി ആളുകൾക്ക് 2-3 മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ട്, സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിൽ തന്നെ എന്ത് ചെയ്യുക, ഈ വലിയ മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന സ്ക്രീനുകളുള്ള കാര്യങ്ങൾ കാണാതിരിക്കാൻ നല്ലത്. പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ്, പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് 10-15 മിനിറ്റ് മുമ്പ് ഈ ഒരു മൊബൈൽ നമ്മളിത് മാറ്റി വെക്കേണ്ടതുണ്ട്. അല്ലാതെ ഉറങ്ങുന്നത് ജസ്റ്റ് സെക്കൻഡുകൾക്ക് മുമ്പ് നമ്മൾ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന വലിയ സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സ് നേരം വിളിക്കുന്നവർ അത് മനസ്സിൽ ഏതൊരു ഭാഗത്ത് തങ്ങി നിന്നുകൊണ്ട് വീണ്ടും ഇങ്ങനെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് വരാനും ഒരു അസ്വസ്ഥ ഉണ്ടാക്കാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏറ്റവും നല്ലത് മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന സീനുകളും കാര്യങ്ങളും യൂട്യൂബിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണാതിരിക്കുന്നത്, അതും എല്ലാം ഇത് സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ടീവ് സിസ്റ്റത്തിൽ നിന്ന് കണ്ടത്, അതായത് നിങ്ങൾ ഏതെങ്കിലും ഈ എക്സസൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഈ കമ്മ്യൂണിറ്റി ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അതിൽ ഈ ചർച്ചിലൊക്കെ തുറന്ന ചർച്ചിൽ പങ്കെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ പ്രശ്നങ്ങൾ ഒരുപാട് റിലാക്സേഷൻ വരാനും നിങ്ങൾക്ക് ഒറ്റപ്പെടലിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ആളുകൾ കാണുമ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ അല്ലെങ്കിൽ പല സമയത്ത് ഗ്രൂപ്പിൽ ചർച്ചകൾ വരുമ്പോൾ ഒരുപാട് ആളുകളെ കാണുമ്പോൾ അവരൊക്കെ നിങ്ങൾ അടുത്തിലായി തോന്നുകയും നിങ്ങൾ ഈ മനസ്സിലെ ഈ സ്ട്രെസ് ഒന്ന് റിലീസാകാനും സാധ്യത കൂടുതലാണ്. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം അമ്മമാരാണ്. വീട്ടിലിരിക്കുക ഭൂരിപക്ഷം ആളുകളും ഭക്ഷണം ചിലപ്പോൾ കൂടുതൽ കഴിക്കുന്ന ആളുകളുണ്ടായിരിക്കും. നിങ്ങളെപ്പോഴും ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിക്കുക, അത്യാവശ്യം മാത്രം ഭക്ഷണം കഴിക്കുക. ചില അമ്മമാർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഭക്ഷണം കഴിക്കും, എന്താ കഴിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടല്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം മനസ്സറിഞ്ഞുകൊണ്ട് വളരെ കുറച്ച് നല്ല എൻജോയ് ചെയ്ത് നല്ല ചവച്ചരച്ചിട്ട് വേണം കഴിക്കാൻ. കൃത്യമായിട്ട് അതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ചില അമ്മമാരെങ്കിലും കുട്ടികളുടെ ബാക്കി വന്നാൽ വീണ്ടും ഭക്ഷണം കഴിക്കും. അത് പല തവണകളായിട്ട് ഭക്ഷണം കഴിക്കുന്നവർ അങ്ങനെ ചെയ്ത് ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കുക. മൈൻഡ്ഫുൾ മനസ്സറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് വേണം മാറാൻ. പിന്നെ മാനസിക സമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ വളരെ ഏറ്റവും ബെറ്റർ സംവിധാനം നിങ്ങളൊരു ഹോബി. ഓരോ വ്യക്തികൾക്കും ഒരു ഹോബി ഉണ്ടായിരിക്കും. ആ ഹോബി നിങ്ങൾ കണ്ടെത്തുക. ഇപ്പം ചിലർക്ക് ചിത്രം വരക്കലായിരിക്കാം, ചിലർക്കൊന്ന് നടക്കലായിരിക്കാം. എന്ത് ചെയ്യുക, എന്താ നിങ്ങളൊരു ഹോബി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ഹോബി, അത് നിങ്ങളുടെ മനസ്സോട് ഒന്ന് സ്വസ്ഥമായി ഇരുന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സ് പറഞ്ഞു തരും. ആ ഹോബിക്ക് വേണ്ടി ഒരു ദിവസം 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചേ പറ്റൂ. കാരണം നമുക്ക് വേണ്ടി കുറച്ച് സമയം നിർബന്ധമായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാരാണെങ്കിലും ശരി, എന്ത് ചെയ്യുക, കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. കുടുംബത്തിന് അധ്വാനിക്കാൻ വേണ്ടി, കുടുംബത്തിന് വേണ്ടി സാമ്പത്തിക ഉന്നമനത്തിന് ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. എന്തായിരുന്നാലും ശരി, നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം 1/2 മണിക്കൂറെങ്കിലും നിങ്ങളെ ഹോബികൾക്ക് വേണ്ടി ഇത് മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാനസിക സമ്മർദ്ദം കുറയാനും സന്തോഷം കൂടാനും സാധ്യതയുണ്ട്. പിന്നെ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഈ പെർഫെക്ഷൻ നോക്കരുത്.
എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിക്കോളന്നില്ല. നിങ്ങൾ തുടക്കത്തിൽ നമ്മൾ സിമ്പിൾ എക്സസൈസ് ചെയ്യുക, അത് കഴിയുന്നത് പോലെ ചെയ്യുക. അല്ലാതെ ഇന്ന രീതി ഇത്ര സ്റ്റെപ്പ് ഇത്ര എണ്ണം ചെയ്യണം, അങ്ങനെ കൂടുതൽ പെർഫെക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് മാറ്റുക. കൂടുതൽ പെർഫെക്ഷൻ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പറ്റണമെങ്കിൽ കുറേ സമയം കഴിഞ്ഞാൽ റെഡിയാകുമെന്ന് മനസ്സിലാക്കുക. ഒരു കാര്യവും തുടക്കത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല. അത് നിരന്തര പ്രാക്ടീസിലൂടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയാണ് കാര്യങ്ങളെ നമ്മൾ കാണേണ്ടത്. അല്ലാതെ കൂടുതൽ പെർഫെക്റ്റ്ലി കൂടുതൽ തവണ ഇത്ര എക്സസൈസ് ചെയ്യണം എന്നാൽ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യം അല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിരിക്കുക. ഒരു ബോധപൂർവം ചിരിക്കാൻ ശ്രമിക്കുക. വീട്ടിൽ എല്ലാവരോടും നല്ല സന്തോഷത്തോടെ ഇടപഴകാൻ ശ്രമിക്കുക. കുട്ടികളുമായി കുറച്ചു നേരം കളിച്ച് നടക്കുക. വീട്ടിലെ എല്ലാവരും കൂടുന്ന സമയത്ത് ബോധപൂർവം സന്തോഷം എന്നുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അവിടെ ചർച്ച ചെയ്യുക, മക്കളോട് കുശലാന്വേഷണം ചോദിക്കുക, സ്കൂളിലെ കാര്യങ്ങൾ ചോദിക്കുക, ഹസ്ബൻഡിനോടും തന്നെ കുശലാന്വേഷണം ചോദിക്കുക, ഹസ്ബൻഡിനോട് കുറച്ച് സ്നേഹത്തോടെ പെരുമാറുക. ഇങ്ങനെയൊക്കെ മാത്രമല്ല, വീട്ടിലെ എല്ലാ അംഗങ്ങളോടും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലൂടെ ഇടപഴകാൻ ശ്രമിക്കുന്നതോടുകൂടി നിങ്ങളുടെ മാനസിക സമ്മർദ്ദം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധ്യതമാണ്. പിന്നെ മറ്റൊരു പ്രധാന പോയിന്റാണ്, മാനസിക സമ്മർദ്ദത്തിന് അനുഭവിക്കുന്ന ആളുകൾക്കുള്ള റിലീസ് മാറുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, കണക്ട് വിത്ത് നാച്ചുറൽ. പ്രകൃതിയോടെ ഇടപഴകുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നേരത്തെ പറഞ്ഞ ഹോബി പോലത്തെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചില കൃഷി ജോലികൾ ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്തിലൂടെ ഒന്ന് ഒറ്റക്ക് നടക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പാടത്തിലൂടെ പറമ്പിലൂടെ പാടവരമ്പിലൂടെ ഒന്ന് വൈകുന്നേരങ്ങളിൽ ഒന്ന് പുറത്തിറങ്ങുക. അമ്മമാരാണ് മിക്ക സമയത്തും വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ കെട്ടിയടക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. ശ്രദ്ധിക്കുക, അമ്മമാരുടെ ജീവിതം മറ്റേ ജെൻസാണെങ്കിൽ അവരെ എന്ത് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങി സുഹൃത്തുക്കളുമായി സംസാരിച്ച് അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഇറങ്ങി നടന്നാൽ ഒരു റിലാക്സേഷൻ കിട്ടും. അമ്മമാരും അത് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഒരു ദിവസം വൈകുന്നേര സമയങ്ങളിൽ ജസ്റ്റ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം. നിങ്ങൾ ആ പ്രോപ്പർട്ടിക്കുള്ളിൽ നിങ്ങൾ 10 സെൻറ്റോ 20 സെൻറ്റോ സ്ഥലത്തിലൊന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് നടക്കുക, ജസ്റ്റ് ഒന്ന് നടക്കുക. റോഡിലൂടെ നടക്കുക, അല്ലെങ്കിൽ പാടവരമ്പിലൂടെ നടക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള തോടിൻ്റെ അടുത്ത് പോയി നോക്കിയിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം എന്ത് ചെയ്യുക, അങ്ങനത്തെ ഇഷ്ടമുള്ള ഈ കണക്ട് ചെയ്യുക. പ്രകൃതിയുമായി ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കൂടുതൽ റിലാക്സ് ആവാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ആരോഗ്യകരമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും താഴെ അറിയിക്കുക. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. ഓക്കെ, താങ്ക് യു.